പ്രഗ്നൻസി സമയത്ത്, ഗർഭകാല സമയത്ത് അമ്മയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയമാണ്. ഒരു സ്ത്രീയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസ്ഥയാണ് ഗർഭസമയം. നമുക്ക് ഇപ്പൊ അറിയാം, എല്ലാവരും പഠനത്തിനായിട്ടും പല കാര്യങ്ങളായിട്ടും പ്രഗ്നൻസി ലേറ്റർ സ്റ്റേജിലോട്ടാണ് മാറ്റിവെക്കുന്നത്. അതായത് മുന്നെയൊക്കെ 24 വയസ്സിലൊക്കെ നേരത്തെ തന്നെ കല്യാണം കഴിഞ്ഞ് കുഞ്ഞിനെ ഗർഭാവസ്ഥയിലോട്ട് സ്വീകരിക്കുന്ന അവസ്ഥയായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. മിക്ക സ്ത്രീകളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏജിലായിരിക്കും മിക്കവാറും കൺസീവ് ആകുന്നതും. കാര്യം അവരുടെ കരിയറും ലൈഫൊക്കെ സെറ്റിൽ ആയിട്ടായിരിക്കും കൺസീവ് ആവുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഈ പനിയുടെ തീവ്രത ഗർഭിണികളിൽ ഒരുപാട് ബാധിക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഗർഭാവസ്ഥയുടെ ഏത് സമയത്താണ് നമുക്ക് പനി വരുന്നത് അതനുസരിച്ചായിട്ടായിരിക്കും അതിന്റെ തീവ്രത കുഞ്ഞിനെയും അമ്മയെയും ബാധിക്കുന്നത്. ആദ്യത്തെ ട്രൈമസ്റ്റർ, അതായത് ആദ്യത്തെ 3 മാസം കഴിവതും പനി വരാതെ സൂക്ഷിക്കേണ്ടതാണ്. കാര്യം ആദ്യത്തെ 3 മാസത്തിൽ എന്ത് പനി വന്നാലും കുഞ്ഞിലോട്ട് സ്പ്രെഡ് ചെയ്യാനുള്ള അപകട സാധ്യത കൂടുതലാണ്. അതായത് നമുക്ക് മീസിൽസ്, റൂബെല്ല അതുപോലുള്ള പനികൾ, ചിക്കൻ പോക്സ് അതുപോലുള്ള പനികൾ വന്നു കഴിഞ്ഞാൽ കുഞ്ഞിലേക്ക് ഭാവിയിൽ ബർത്ത് ഡിഫക്ട്സ് ഉണ്ടാക്കാൻ സാധ്യതകളുണ്ട്. പിന്നെ അവസാന ഘട്ടത്തിലോട്ടാണ്, പ്രഗ്നൻസിയുടെ ലേറ്റർ സ്റ്റേജിലോട്ടാണ് പനി വരുന്നതെങ്കിൽ അന്നേരം പ്രീ ടേം ബർത്ത് അതുപോലെ ലോ ബർത്ത് വെയിറ്റ് ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്.